ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. വനിതാ ശിശുവികസന വകുപ്പിന്റെ ഭാഗമായി നിർഭയ സെല്ലിന് കീഴിൽ പ്രവർത്തിക്കുന്ന തവനൂർ എൻട്രി ഹോം ഫോർ ഗേൾസ് സ്ഥാപനത്തിലേക്ക് കെയർടേക്കർ തസ്തികയിലേക്ക് വാക്കിന് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ആഗസ്റ്റ് 6 രാവിലെ 10:30 കുറ്റിപ്പുറം തവനൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന എൻട്രി ഹോമിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. യോഗ്യത +2 ആണ്. പ്രായം 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 30-നും 45-നും വയസ്സ് പ്രായപരിധിയിലുള്ളവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസ വേതനം 12,000 രൂപയാണ് ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 5 രാവിലെ 10 മണിക്ക് കോളേജിൽ വെച്ചിട്ടാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ITI പ്ലംബിംഗ് അല്ലെങ്കിൽ ഹൈഡ്രോളിക്സ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തൃശ്ശൂർ ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. PG കേരള വന ഗവേഷണ സ്ഥാപനത്തിൽ 1 വർഷം കാലാവധിയുള്ള സമയബന്ധിത ഗവേഷണ പദ്ധതിയായ ഔഷധ സസ്യങ്ങളുടെ സുസ്ഥിര വികസനത്തിനായുള്ള റീജിയണൽ ഫെസിലിറ്റേഷൻ സെന്ററിൽ മാനേജർ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 6 രാവിലെ 10 മണിക്ക് കേരള വന ഗവേഷണ സ്ഥാപനത്തിന്റെ തൃശ്ശൂർ PGയിലുള്ള ഓഫീസിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. ക്വാളിഫിക്കേഷൻ വരുന്നത് സയൻസ് വിഷയങ്ങളിൽ ബിരുദവും കൂടാതെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബിസിനസ്സിലുള്ള MBAയുമാണ് യോഗ്യത. അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദമാണ്. കൂടാതെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മെഡിസിനൽ പ്ലാന്റ് മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ അനുബന്ധ മേഖലയിൽ കുറഞ്ഞത് 3 വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം. കൂടാതെ ഔഷധ സസ്യങ്ങളിലുള്ള പരിചയവും ദക്ഷിണേന്ത്യൻ ഭാഷകളിലുള്ള പ്രാവീണ്യവും ആവശ്യമാണ്. മാസശമ്പളം 52,500 രൂപയാണ് ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് www.kfri.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അടുത്തത് മലപ്പുറം ജില്ലയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ, നിലമ്പൂർ, എടപ്പാൾ, ഉണ്ണിയാൽ എന്നിവിടങ്ങളിൽ നടത്തുന്ന ഫുട്ബോൾ അക്കാദമിയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പരിശീലകരെ നിയമിക്കുന്നുണ്ട്. AIFFD ലൈസൻസിൽ കുറയാത്ത സർട്ടിഫിക്കറ്റും കോച്ചിങ്ങിൽ മുൻപരിചയവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപേക്ഷ മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ നേരിട്ടോ ഇമെയിൽ വഴിയോ ആഗസ്റ്റ് 6 മുമ്പ് വൈകിട്ട് 5 മണിക്ക് മുമ്പ് സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കണ്ണൂർ ജില്ലയിൽ ധർമ്മടം അഞ്ചരക്കണ്ടിപ്പുഴയിൽ ഫിഷറീസ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന ജല ആവാസ വ്യവസ്ഥയിൽ സമഗ്ര മത്സ്യ സംരക്ഷണ പദ്ധതി നിർവഹണം 2022-25 പദ്ധതിയുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്കായി കണ്ണൂർ ജില്ലയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് കോർഡിനേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യത കാർഷിക സർവകലാശാലയിൽ നിന്നോ ഫിഷറീസ് സർവകലാശാലയിൽ നിന്നുള്ള BFSc, കൂടാതെ ഏതെങ്കിലും ഫിഷറീസ് വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സുവോളജി ബിരുദം, ഏതെങ്കിലും ഗവൺമെൻറ് വകുപ്പിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ അക്വാകൾച്ചറിലുള്ള 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആഗസ്റ്റ് 5 ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ നടക്കുന്ന വോക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.